ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഈ ലേണിംഗ് ഹിന്ദിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു പാഠഭാഗമുണ്ട്, ബാത്തുസ് മംഗൾവാർ കി. രമണി അഡ്കൂരി എഴുതിയ ഡയറിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ആ പാഠഭാഗം പഠിച്ചത് നന്നായിട്ട് ഓർമ്മയില്ലേ? ഓക്കെ, ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ പാഠഭാഗത്തിൻ്റെ ക്ലാസ് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ്, ചോദ്യോത്തരങ്ങൾ, ബാക്കി എക്സർസൈസുകളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ക്ലാസ് കാണാൻ മറക്കരുത് കേട്ടോ. അതേപോലെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ്, പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. തീർച്ചയായിട്ടും എല്ലാവരും അവരുടെ പിന്തുണ നൽകുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളെ കമൻസ് ആയിട്ട് എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം, പഠിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാത്ചീത് ലിഖേം എന്നൊരു ചോദ്യമാണ്, എന്നൊരു വർക്കാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ളൊരു വർക്കാണ്, ബാത്ചീത് ലിഖേം. ഇവിടെ നോക്കൂ, ഒരു അപ്പൂപ്പനും ഒരു കുട്ടിയും ഉണ്ട്. അവരെന്തോ സംസാരിക്കുന്നുണ്ടല്ലേ? 4 കോളം തന്നിട്ടുണ്ട് നമുക്കിങ്ങനെ. ഈ 4 കോളങ്ങളിലും ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് എഴുതുന്നതിനാണ് ഈ ഒരു വർക്ക്, ഈ ഒരു എക്സർസൈസ് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലാവുമല്ലോ? അപ്പോൾ ഇവരെന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഇവിടെ അപ്പൂപ്പൻ നോക്കൂ, ഒരു മരം നടുന്നുണ്ട്. ആ കുട്ടി വന്ന് എന്തോ ചോദിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടി അപ്പൂപ്പനോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പൂപ്പ, താങ്കൾ എന്താണ് നടുന്നത്? അപ്പോൾ അപ്പൂപ്പൻ പറയുന്നത് എന്തായിരിക്കും? അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ ഒരു മരം നടുകയാണ്. അതൊരു മാവാണെന്ന് സങ്കല്പിക്കൂ, ഞാനൊരു മാവ് നടുകയാണ് എന്ന് പറയും. അപ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഈ പ്രായത്തിൽ അങ്ങ് മാവ് നടുന്നത്? കാരണം ഈ മാവ് വളർന്ന് വലുതായി അതിൽ മാങ്ങ പിടിക്കുമ്പോൾ അങ്ങക്ക് കഴിക്കാൻ കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ അപ്പൂപ്പൻ ദൂരേക്ക് എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? അതെ, അതൊരു മാവാണ്. അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൂപ്പൻ എന്താ പറയുന്നത്? നോക്കൂ മകനെ, അതെ, ഇത് എൻ്റെ പൂർവികർ നട്ടു വളർത്തിയ മാവാണ്. അതിൽ പിടിച്ച മാങ്ങയാണ് ഞാൻ കഴിക്കുന്നത്. ഇതുപോലെ ഞാനും ഇവിടെ ഈ ഒരു മരം നടുന്നു, മാവ് നടുന്നു. ഇതിൻ്റെ ഫലം എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുമല്ലോ അല്ലേ? വളരെ നല്ലൊരു സംഭാഷണമാണ്, വളരെ നല്ലൊരു സന്ദേശമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാമെന്ന് നോക്കണ്ടേ? നോക്കൂ, ദാദാജി ഈസ് ബുഢാപ്പേ മേം ആ പേട് ലഗ്തേ ക്യോം? അപ്പൂപ്പ, ഈ വാർദ്ധക്യത്തിൽ അങ്ങ് എന്തിനാണ് മരം നടുന്നത്? അപ്പോൾ അപ്പൂപ്പൻ ഉത്തരം പറയുകയാണ്, തേരേ ലിയേ മേരെ പോത്തേ കേ ലിയേ. ഈ മാവ് നടുന്നത് നിനക്ക് വേണ്ടിയും നിന്റെ പൗത്രന്മാർക്ക് വേണ്ടിയുമാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇസ്സേ ആപ്കോ ക്യാ ഫായദ? ഇതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് പ്രയോജനം? തബ് ദാദാജി കഹത്തെ ഹേ യഹാ ദേഖോ ഉനേ മേരെ ദാദാജി നെ ലഗായേ. അത് നോക്കൂ, ആ മരം നട്ടത് എൻ്റെ മുത്തശ്ശനാണ്. മേനെ ഉസ്കാ ഫായദ ഉഠായ. എനിക്ക് ആ മരത്തിന്റെ പ്രയോജനം ലഭിച്ചു. ഇസി പ്രകാർ യഹ് പൗധ ബഡാ ഹോക്കർ തുച്ഛേ ഉപകാരി ഹോ ജായേഗ. അതുപോലെ ഈ മരവും വളർന്നു വലുതായി നിനക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സംഭാഷണം. ഇതുപോലെ വ്യത്യസ്തമായ സംഭാഷണങ്ങൾ നിങ്ങൾക്കും തയ്യാറാക്കാം. ഇത് തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിനും ഭാവനയ്ക്കും അനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ സംഭാഷണങ്ങൾ ഈ ചിത്രത്തിന് കൊടുത്ത് മനോഹരമാക്കൂ. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഡാക്ടർ കെ ഗുൺ ക്യാ ക്യാ ഹേ ശൃംഖലാക്കു ആകെ ബഠായേം. ഒരു ഡോക്ടറിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഈ തന്നിരിക്കുന്ന ശൃംഖലയെ പൂർത്തിയാക്കൂ. ഈ തന്നിരിക്കുന്ന കോളങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതെഴുതി ഈ ശൃംഖല പൂർത്തിയാക്കാനാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചോദ്യം തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിനുത്തരം നമുക്ക് തയ്യാറാക്കി നോക്കാം. നോക്കൂ, ഡാക്ടർ തന്നിട്ടുണ്ട്. ഇവിടെ ഡോക്ടറിന്റെ ഗുണമാണ് കർത്തവ്യനിഷ്ഠ. അതുപോലെ ഇവിടെയും നമുക്ക് ഓരോ ഗുണങ്ങൾ എഴുതണം. ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? ഡാക്ടറിന്റെ ഗുണം കർത്തവ്യനിഷ്ഠ. അതിനൊരു ഉദാഹരണം നമ്മുടെ പാഠഭാഗത്ത് നിന്ന് തന്നെ എഴുതിയിട്ടുണ്ട്.
ഡോക്ടറിന്റെ ഗുണമാണ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഒരു നല്ല ഡോക്ടറിന്റെ ഗുണമാണ്, സ്വഭാവമാണ് കർത്തവ്യനിഷ്ഠ എന്ന് പറയുന്നത്. അതിന് പാഠഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതിയിരിക്കുന്ന ഉദാഹരണം എന്താണ്? മൂസൽധാർ ബാരിഷ് മേ ഭി മുസീബത്തെ സഹത്തെ ഹുയെ ജംഗലി ഇലാക്കെ മേ പഹുഞ്ചി. ഡോക്ടർ രമണി അഡ്കുരി ശക്തമായ മഴയിലും പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് നദിയൊക്കെ മുറിച്ചു കടന്ന് ജംഗലി ഇലാക്കെ മേ വനപ്രദേശത്തേക്ക് എന്ത് ചെയ്തു? വന്നു. വനപ്രദേശത്തുള്ള ഈ ഗ്രാമത്തിലെ അവരുടെ ക്ലിനിക്കിലേക്ക് വന്നു. അത് അവരുടെ കർത്തവ്യനിഷ്ഠയാണ്. ഡോക്ടർ രമണി അഡ്കുരിക്കും സംഘത്തിനും വേണമെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളുള്ള ആ സമയത്ത് അവിടെ പോകാതിരിക്കാമായിരുന്നു. പക്ഷേ കർത്തവ്യ നിപുണയായ ഡോക്ടർ തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവിടെ എത്തിച്ചേർന്നു. അതുപോലെ അടുത്തൊരു ഉദാഹരണം നമ്മൾ എഴുതിയിരിക്കുന്നു, നോക്കൂ. അപ്പനെ രജിസ്റ്റർ ഉപകരൺ ആദി സർക്കേ ഉപ്പർ ഉടായെ और നദി പാർക്കി. തന്റെ രജിസ്റ്റർ ഉപകരണങ്ങൾ തുടങ്ങിയവ തലയിൽ എടുത്തുകൊണ്ട് നദി മുറിച്ചു കിടന്നു. ഒരു ഡോക്ടറിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ കർത്തവ്യനിഷ്ഠയായ ഡോക്ടർ രമണി അഡ്കുരിയും അവരുടെ സംഘവും അവരുടെ ഉപകരണങ്ങളും രജിസ്റ്ററും എല്ലാം തലയിൽ ചുമന്നുകൊണ്ട് നദി മുറിച്ചു കിടക്കുന്നു. ബേച്ചാരെ മരീസോങ്കി സ്ഥിതിയോങ്കോ സമച്ചന, പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചികിത്സിക്കുന്നു, അല്ലേ? അപ്പോൾ കർത്തവ്യനിഷ്ഠയായ ഒരു ഡോക്ടറാണ് ഡോക്ടർ രമണി അഡ്കുരി. അത് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് തന്നെ, അവരുടെ ഈ ഡയറിയിൽ നിന്ന് തന്നെ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡോക്ടറിന്റെ ഒന്നാമത്തെ ഗുണം നമ്മൾ കണ്ടുപിടിച്ചു, കർത്തവ്യനിഷ്ഠ. അടുത്ത രണ്ടാമത്തെ ഗുണം എന്താണ് കുഞ്ഞുങ്ങളെ? എല്ലാവരും ആലോചിച്ച് നോക്കൂ. അതെ, ജിമ്മേദാരി. ഡോക്ടറിന്റെ അടുത്ത നല്ല ഗുണമാണ് ജിമ്മേദാരി അല്ലെങ്കിൽ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ജിമ്മേദാരിക്ക് എന്തെല്ലാം ഉദാഹരണങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? നോക്കാം. ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച് ജംഗൽ മേം കച്ചി ചോമ്പടി മേം മരീസോं को देखना. ലൈറ്റും ഫാനും ഇല്ലാതെ, ലൈറ്റ് പങ്കേക്ക് എന്നാണ്, പക്ഷേ ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുപോയി, എല്ലാവരും ക്ഷമിക്കുക. ലൈറ്റും ഫാനും ഇല്ലാതെ കാടിന്റെ മധ്യത്ത് ഒരു കച്ചി ചോമ്പടിയുമേ, ഒരു അടച്ചുറപ്പില്ലാത്ത കുടിലില് അവർ രോഗികളെ പരിശോധിക്കുന്നു. അടുത്ത മറ്റൊരു ഉദാഹരണം നോക്കാം. ഏക് ദിൻ 70 മരീസോं को देखना. ഒരു ദിവസം അവര് 70ഓളം രോഗികളെ പരിശോധിക്കുന്നു, അല്ലെ? തുടർച്ചയായിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ടാണ് അവർക്ക് ഒരു ദിവസം 70 രോഗികളെ പരിശോധിക്കാൻ കഴിഞ്ഞത്. അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് കണക്കാക്കാം. ഹഫ്തേ മേം ഏക് ദിൻ 65 കിലോമീറ്റർ യാത്രാക്കർ ക്ലിനിക് ചലന. ആഴ്ചയിൽ ഒരു ദിവസം 65 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അവർ ക്ലിനിക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെ രമണി അഡ്കുരി ജിമ്മേദാറാണ്. ഒരു നല്ല ഡോക്ടർ കർത്തവ്യനിഷ്ഠ ഉണ്ടായിരിക്കണം, ജിമ്മേദാരി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ? അടുത്ത മൂന്നാമത്തെ കോളത്തിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അതെ, നൈതിക ബോധ അല്ലെങ്കിൽ നീതിബോധമുള്ളവരായിരിക്കണം ഡോക്ടർമാർ. രമണി അഡ്കുരിയുടെ ഈ ഡയറിയിലും അവരുടെ നൈതിക ബോധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവരുടെ നീതിബോധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതെ, അതിന് എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. 3 ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഏസാ കഹ്നാ കി യഹി ജംഗൽ കെ ബീച്ച് യേ സഭി മേരെ ക്ലിനിക് ഹേ. നഗരത്തിൽ എനിക്ക് ക്ലിനിക് ഇല്ല, ഈ കാടിന് നടുവിലുള്ള ഇതെല്ലാമാണ് എൻ്റെ ക്ലിനിക് എന്ന് അവർ പറയുന്നു. അതായത് അവര് കാട്ടിലുള്ള അല്ലെങ്കിൽ വനപ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ഗ്രാമീണരെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും എല്ലാം ചികിത്സിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. അത് അവരുടെ നീതിബോധത്തെയാണ് കാണിക്കുന്നത്. അടുത്തത് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഏസാ കഹ്നാ മുझे ഇസി തരഹ് കാ ഡോക്ടർ ബനെ രഹ്നാ ഹൈ. അവർ പറയുന്നു, എനിക്ക് ഇത്തരത്തിലുള്ള ഡോക്ടർ ആയിരിക്കാനാണ് ആഗ്രഹം, ഈ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് ഡോക്ടർ രമണി പറയുന്നു. അതും അവരുടെ നൈതിക ബോധമാണ് കാണിക്കുന്നത്. അടുത്തത് എന്താണ്? ദായിയോം വാ നഴ്സോങ്കോ പ്രശിക്ഷൺ ദേന. അത് ഫാർമസിസ്റ്റുകൾക്കും നഴ്സിനും പ്രശിക്ഷൺ കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതും അവരുടെ നീതിബോധത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറിന്റെ 3 ഗുണങ്ങൾ നമ്മൾ നോക്കി: കർത്തവ്യനിഷ്ഠ, ജിമ്മേദാരി, നൈതിക ബോധ. മനസ്സിലായല്ലോ 3. ഇനി ഒരേ ഒരു കോളത്തിലും കൂടെ നമുക്ക് എഴുതിയാൽ മതി. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ? നോക്കൂ, ദയ. ഒരു ഡോക്ടർ തീർച്ചയായിട്ടും അവരുടെ രോഗികളോട് വളരെ ദയയുള്ളവരായിരിക്കണം. ദയയോടുകൂടിയ പെരുമാറ്റം പലപ്പോഴും രോഗികൾക്ക്
അതെ, മരുന്നിനേക്കാൾ കൂടുതൽ ആശ്വാസം നൽകും അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടില്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ, ദയ എന്നുള്ളതിന് നമുക്ക്, അതായത് ഡോക്ടർ രമണി അഡ്കുരിയുടെ ഡയറിയിൽ അവർ എത്രത്തോളം ദയയാണ് തൻ്റെ രോഗികളോട് കാണിക്കുന്നത് നോക്കൂ. ബിനാ ഫീസ് കെ ഇലാജ് കർന ഏക് ദയാ ഹേ, അല്ലേ? ഫീസ് ഇല്ലാതെ അവരെ രോഗികളെ ചികിത്സിക്കുന്നു. എല്ലാവർക്കും ഫീസ് കൊടുക്കാൻ വേണ്ട സാമ്പത്തിക ശേഷി ഉണ്ടാവോ? ഇല്ല. ഡോക്ടർക്ക് നാ മസ്ദൂർ കാ പത്രിലും ആ ഒരു പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഫീസ് ഇല്ലാതെ ഈ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നു. അത് അവരുടെ ദയയല്ലേ? തീർച്ചയായിട്ടുമാണ്. ഘനെ ജംഗൽ മേ സഫർ കർ ഗരീബ് ലോഗോं के पास इलाज करने आना. കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്ത് പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനായി അവർ വരുന്നു. നഗരത്തിൽ നല്ല ക്ലിനിക്കൊക്കെ ഇട്ടിരുന്നാൽ അവർക്ക് ധാരാളം പൈസ സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഡോക്ടർ രമണി അഡ്കുരി ഈ കൊടുങ്കാട്ടിലെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനായി വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ല ദയാപൂർണമായിട്ടുള്ള ഒരു മനസ്സ് ഉള്ളത് കൊണ്ടാണ്. അടുത്തത് നോക്കൂ. യഹ് സമച്ചിനാക്കി ജ്യാദാതർ ഇഞ്ചക്ഷൻ മഹംഗേ ഹോത്തേ ഹെ. അവർ മനസ്സിലാക്കുന്നു ഇഞ്ചക്ഷനുകൾ വിലപിടിപ്പുള്ളതാണ്. തീർച്ചയായിട്ടും വിലപിടിപ്പുള്ള ഇഞ്ചക്ഷനുകൾക്ക് പകരം മരുന്നുകൾ തൻ്റെ രോഗികൾക്ക്, അതായത് ഗുളികകൾ തൻ്റെ രോഗികൾക്ക് അവരെന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഡോക്ടറിന് വേണമെങ്കിൽ ധാരാളം പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഒക്കെ ആയിട്ട് ചേർന്ന് രോഗികൾക്ക് ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കാം. പക്ഷേ തൻ്റെ രോഗികളുടെ സാമ്പത്തിക അവസ്ഥ അറിയാവുന്ന ദയാലുവായ രമണി അഡ്കുരി എന്ത് ചെയ്യുന്നു? അതെ, ഇഞ്ചക്ഷൻ വില കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഗുളികകൾ എന്ത് ചെയ്യുന്നു? നൽകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടറിന്റെ 4 പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ശൃംഖല की भी पूर्ति किए हमने. നിങ്ങൾ നോക്കൂ, एक अच्छे डॉक्टर कर्तव्यनिष्ठ होना चाहिए, जिम्मेदारी होना चाहिए, उसको नैतिक बोध होना चाहिए, രോഗിयों के प्रति दयालु रहना चाहिए. ഇതാണ് ഡോക്ടറിന് നമ്മൾ കണ്ടെത്തിയ 4 നല്ല ഗുണങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായോ? ഈ ശൃംഖല എങ്ങനെയാണ് പൂർത്തിയാക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കൂ. അതെ, നമ്മൾ നേരത്തെ ചെയ്ത ആ ചോദ്യത്തിന്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആപ്കെ ദൃഷ്ടികോൺ മേ മേക്ക് ഡോക്ടർ കെ ഗുൺ ക്യാ ക്യാ ഹേ ടിപ്പണി ലിഖേ. താങ്കളുടെ കാഴ്ചപ്പാടില് ഒരു നല്ല ഡോക്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആകണം, അതിനെക്കുറിച്ച് ഒരു ടിപ്പണി അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കുക, ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു നല്ല ഡോക്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ ശൃംഖല തയ്യാറാക്കിയപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അതിനെ വാക്യങ്ങളായിട്ട് എഴുതുമ്പോൾ ഒരു നല്ല ഡോക്ടറിന്റെ ഗുണങ്ങളെ കുറിച്ചൊരു കുറിപ്പ്, ഒരു ടിപ്പണി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. മേരി രായ്മേം ഡോക്ടർ കോ ഈമാൻദാർ ഹോനാ ചാഹിയെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടർ എന്തായിരിക്കണം? ഈമാൻദാർ ആയിരിക്കണം. ഈമാൻദാർ കാ മത്ലബ് ക്യാ ഹേ? അതെ, സത്യസന്ധയായിരിക്കണം, സത്യസന്ധരായിരിക്കണം ഒരു നല്ല ഡോക്ടർ എൻ്റെ അഭിപ്രായത്തിൽ. അതായത് നമ്മുടെ അഭിപ്രായത്തിൽ നല്ല ഡോക്ടർ സത്യസന്ധയായിരിക്കണം. अपने पेशे को धन कमाने का उपाय न मानना चाहिए. തൻ്റെ ജോലിയെ പണം സമ്പാദിക്കാനുള്ള ഉപായമായി മാത്രം കാണുന്നവരായിരിക്കരുത് നല്ല ഡോക്ടർ. അപ്പൊ നമ്മുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടർ രോഗികളോട് സത്യസന്ധമായി പെരുമാറുകയും തൻ്റെ ജോലിയെ, പേശയെ, കാരണം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സേവനമാണ് ഡോക്ടർ ചെയ്യുന്നത്, തീർച്ചയായിട്ടും തൻ്റെ തൊഴിലിനെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാത്രം കാണുന്നവരാകരുത്. അടുത്തത് നോക്കൂ. മരീസോं के पास जाकर उनकी सेवा शुश्रूषा करनी चाहिए. രോഗികളുടെ അടുത്ത് പോയി അവരെ സേവാ ശുശ്രൂഷ, അവരെ പരിചരിക്കാനുള്ള മനസ്സ് ഒരു നല്ല ഡോക്ടർക്ക് ഉണ്ടാകണം. മരീസോं के साथ സഹാനുഭൂതിപൂർണ്ണ വ്യവഹാർ അപ്പനാനാ चाहिए. രോഗികളോട് സഹാനുഭൂതിയോടെ ദയയോടെ പെരുമാറാൻ ഒരു നല്ല ഡോക്ടറിന് കഴിയണം. അപ്പനെ ഉത്തരദായിത്വ കോ നിഭാത്തെ ഹുയെ. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് സമാജിക്കെ ലോകുങ്കോ, സമൂഹത്തിലെ ആളുകളെ സ്വസ്ഥ രഹനേക്കാ കാമോമേ ഭാഗ് ലേനാ ചാഹിയെ. സമൂഹത്തിലെ ആളുകളെ ആരോഗ്യവാന്മാരാക്കാൻ, സ്വസ്ഥ രഹന, അതെ, ആരോഗ്യവാന്മാരാക്കാൻ വേണ്ടി ആര് പ്രയത്നിക്കണം? ഒരു നല്ല ഡോക്ടർ പ്രയത്നിക്കണം. മനസ്സിലായോ? അപ്പോൾ ഒരു നല്ല ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതെ,
डॉक्टर ईमानदार होना चाहिए, सत्यसंधयाയിരിക്കണം, अपने पेशे को धन कमाने का काम नहीं समझना चाहिए, मरीजों के पास जाकर उनकी सेवा शुश्रूषा करनी चाहिए, उनसे सहानुभूतिपूर्ण व्यवहार करना चाहिए, समाज के प्रति अपने दायित्व को നിഭാനാ ചാഹിയെ. ഇതൊക്കെയാണ് ഒരു നല്ല ഡോക്ടറിന് വേണ്ട ഗുണങ്ങൾ. എല്ലാവർക്കും ആ ചോദ്യവും അതിന്റെ ഉത്തരവും നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അതും ഒരു ടിപ്പണിയാണ്, ഒരു കുറിപ്പ് എഴുതാനാണ് അടുത്ത ചോദ്യവും തന്നിരിക്കുന്നത്. ഡോക്ടർ രമണി അഡ്കൂരി ചരിത്രഗത് വിശേഷതാവും പർ ടിപ്പണി ലിഖിയ. ഡോക്ടർ രമണി അഡ്കൂരിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരം വായിച്ചു നോക്കാം. डॉक्टर रमणी अटकुरी गरीबों की सेवा करने के लिए अपना जीवित समर्पित करने वाली एक ईमानदार डॉक्टर है. ഡോക്ടർ രമണി അഡ്കുരി പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന സത്യസന്ധയായ ഈമാൻദാർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അടുത്തത്, ഈ ഡോക്ടറിക്കോ വ്യാപാർ നഹി മാൻതി. ഇവര് ഡോക്ടറി അല്ലെങ്കിൽ ഡോക്ടറിന്റെ ജോലിയെ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടമായി കാണുന്നില്ല. जंगल के लोगों के इलाज के लिए हर हफ्ते कई मुसीबतों को झेलकर भी जाती है. കാട്ടിലെ ആളുകളെ ചികിത്സിക്കാൻ ജംഗൽ കെ ലോഗോങ്കോ, കാട്ടിലെ ആളുകളെ ഇലാജ് കെ ലിയെ ചികിത്സിക്കുന്നതിനായി വേ ഹർ ഹഫ്തെ എല്ലാ ആഴ്ചയിലും കൈ മുസീബത്തെങ്കോ ഛേൽക്കർ ഒരുപാട് ബുദ്ധിമുട്ടുകളെ നേരിട്ട് കൊണ്ട് അവർ കാട്ടിലേക്ക് പോകുന്നു. കാട്ടില് ഉള്ള ഗ്രാമങ്ങളിലെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നു. शहर के क्लिनिक की अपेक्षा जंगल का काम उन्हें अच्छा लगता है. നോക്കൂ, പട്ടണത്തിലെ ക്ലിനിക്കിനെ അപേക്ഷിച്ച് ജംഗൽ കാ കാം, കാട്ടിലുള്ള ജോലി അവർക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇഷ്ടമാകുന്നു. വഹാം ആധി രാത് തക് ചികിത്സ കർനെ തഥാ രാത് കോ ജംഗൽ മേ ഹി സോനെ മേ വേ നഹി ഹിജകതി. അവിടെ പാതിരാത്രി വരെ ജോലി ചെയ്യുന്നതിനും രാത്രിയിൽ ആ കാട്ടിൽ തന്നെ രഹിനേമേ താമസിക്കുന്നതിലും വേ നഹി ഹിജകതി, അവരെന്ത് ചെയ്യുന്നില്ല, മടിക്കുന്നില്ല. ഗരീബോങ്കി ഹാലത്ത് അച്ചി തരഹസെ സമച്ചുകർ, പാവപ്പെട്ടവരുടെ അവസ്ഥ നല്ലതുപോലെ മനസ്സിലാക്കി ഉസേ സുധാർനെ വാലി, അവരെ ആരോഗ്യവാന്മാരാക്കാൻ, അവരെ നേരെയാക്കാൻ ഏക്ക് കർത്തവ്യനിഷ്ഠ ഡോക്ടർക്കോ ഹം ഉന്മേ ദേഖ് സക്തേ. ഒരു കർത്തവ്യനിഷ്ഠയായ ഡോക്ടറെ നമുക്ക് ഡോക്ടർ രമണി അഡ്കുരിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഡോക്ടർ രമണി അഡ്കുരിയുടെ ക്യാരക്ടറിന്റെ സവിശേഷത എന്താണ്? അതെ, അവർ അപ്പന ജീവൻ ദൂസരോं के लिए സമർപ്പിത് करने वाली एक ईमानदार डॉक्टर है. वे डॉक्टरी को അല്ലെങ്കിൽ डॉक्टरी की पेशा को व्यापार नहीं मानती है. അല്ലേ, അവര് കൈ मुसीबतों को झेलकर भी अपना दायित्व निभाते हैं. वो अपना काम खुशी के साथ करते हैं. इसलिए वो क्लिनिक की अपेक्षा, शहर के क्लिनिक की अपेक्षा जंगल की क्लिनिक उनको ज्यादा अच्छा लगता है, क्योंकि वे अपने काम അല്ലെങ്കിൽ अपनी सेवा खुशी के साथ, संतोष के साथ करती है. अले वो आधी रात तक चिकित्सा करते हैं और वहां ही रहने में भी नहीं हिचकती है. കാട്ടിൽ തന്നെ താമസിക്കുന്നതിന് പോലും അവർക്ക് മടിയില്ല. അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് അവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. പാവപ്പെട്ടവരുടെ അവസ്ഥ, ഹാലത്ത്, അവസ്ഥ മനസ്സിലാക്കി അതിനെ നേരെയാക്കാൻ, സുധാരണയെ കേലിയെ ഒരു കർത്തവ്യനിഷ്ഠയായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടറിനെയാണ് നമ്മൾ ആരിൽ കാണുക, ഉന്മേം കിന്മേം ഡോക്ടർ രമണി അഡ്കൂരിമേം. ഓക്കെ, എല്ലാവർക്കും ആ ചോദ്യവും അതിന്റെ ഉത്തരവും നന്നായിട്ട് മനസ്സിലായല്ലോ. കുഞ്ഞുങ്ങളെ, അടുത്തതായിട്ട് കുറച്ച് ഒൺവേർഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒൺവേർഡ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്യത്തിലോ പദത്തിലോ അല്ലെങ്കിൽ വാക്യശകലത്തിലോ ഒക്കെ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഉനേം കിസ് നദി പാർ കർനാ ഥാ. അവർക്ക് ഏത് നദിയാണ് മുറിച്ചു കടക്കേണ്ടി വന്നത്? ഉത്തരം എന്താണ്? ഉൻകോ മണിയാറി നദി പാർ കർനാ ഥാ. അവർക്ക് മുറിച്ചു കടക്കേണ്ട നദി മണിയാറി നദിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, നദി പാർ കർനെ കെ ബാദ് ഉനെ കിത്തനെ കിലോമീറ്റർ പൈദൽ ജാനാ പടാ. നദി മുറിച്ചു കടന്ന ശേഷം അവർക്ക് എത്ര കിലോമീറ്റർ ആണ് നടന്നു പോകേണ്ടി വന്നത്? അതെ, ഉൻകോ 3 കിലോമീറ്റർ പൈദൽ ജാനാ പടാ. അവർക്ക് 3 കിലോമീറ്റർ 3 കിലോമീറ്റർ പൈദൽ ജാനാ പടാ, നടന്നു പോകേണ്ടി വന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ജബ് ക്ലിനിക് പഹുഞ്ചെ തബ് ഉൻകാ ക്യാ ഹാൽ ഹോ ഗയാ. ക്ലിനിക്കിൽ എത്തിച്ചേർന്നപ്പോൾ ഉൻകാ ഹാൽ, അവരുടെ അവസ്ഥ ക്യാ ഥാ, എന്തായിരുന്നു അവരുടെ അവസ്ഥ? ക്ലിനിക് പഹുഞ്ചെ തോ വേ പസീന പസീന ഹോ ഗയേ ഥേ. ക്ലിനിക്കിൽ എത്തിയപ്പോൾ അവര് വിയർത്ത് കുളിച്ചിരുന്നു, അതായത് അവര് തളർന്ന അവശരായിരുന്നു. 3 കിലോമീറ്ററോളം നടന്നല്ലേ അവരെത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം,
കിത്തനെ ബജെ വേ ക്ലിനിക് പഹുഞ്ചെ, എത്ര മണിക്കാണ് അവർ ക്ലിനിക്കിൽ എത്തിച്ചേർന്നത്? 11:30 ബജെ, 11:30 മണിക്കാണ് അവര് ക്ലിനിക്കിൽ എത്തിച്ചേർന്നത്. അടുത്ത ചോദ്യം, ഡോക്ടർ രമണി അഡ്കുരി അപ്പനെ സാഥിയോങ്കെ സാത്ത് കിസ് ഗാവ് മേ പഹുഞ്ചി. രമണി അഡ്കുരി അവരുടെ കൂട്ടുകാർക്കൊപ്പം, സംഘത്തിനൊപ്പം ഏത് ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നത്? ബാഗ്മനി ഗാവ് മേം, അജാൻ കമാർ അഭയാരണ്യത്തിലുള്ള ബാഗ്മനി എന്ന ഗ്രാമത്തിലാണ് അവർ എത്തിച്ചേർന്നത്. വേ കിത്തനെ കിലോമീറ്റർ കി യാത്ര കർക്കെ യഹാം പഹുഞ്ചി, അവർ എത്ര കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്? വേ 65 കിലോമീറ്റർ യാത്ര കർക്കെ യഹാം പഹുഞ്ചി, 65 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അവര് ഈ ഗ്രാമത്തില് എത്തിച്ചേർന്നത്, ബാഗ്മനി ഗ്രാമത്തില് അവരെത്തിച്ചേർന്നത്. അടുത്ത ചോദ്യം, വേ ഹാ ക്യോ ആയി, അവരെന്തിനാണ് ബാഗ്മനി ഗ്രാമത്തിലേക്ക് വന്നത്? വേ ഹാം ഏക് ക്ലിനിക് ചലാത്തെ ഹേം, അവരിവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അടുത്ത ചോദ്യം, കൈ ഗാവ് ഏക് ദൂസരെ സെ കട്ട് ജാത്തെ ഹേം കബ് അല്ലെങ്കിൽ ക്യോ, ഒത്തിരി ഗ്രാമങ്ങള് പരസ്പരം ബന്ധം നഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട്? ഉത്തരം നമുക്കറിയാം. ബർസാത്തോ മേ നദി ജബ് ഉഫാൻ പർ ഹോത്തെ ഹേം തബ് കൈ ഗാവ് ഏക് ദൂസരെ സെ കട്ട് ജാത്തെ ഹേം, മഴ സമയത്ത് എപ്പോഴാണോ നദികൾ നിറഞ്ഞൊഴുകുന്നത്, ഉഫാൻ പർ ഹോത്തെ ഹേം, നദികൾ കരകവിഞ്ഞൊഴുകുന്നത്, അപ്പോഴെന്ത് ചെയ്യുന്നു? ഗ്രാമങ്ങൾ പരസ്പരം ഒറ്റപ്പെട്ടു പോകുന്നു. ഓക്കെ, ആ 8 ചോദ്യം ഉത്തരവും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ പാഠത്തിനൊപ്പം ബോക്സിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മെഹനത് കി കമായി കാ ഭോജൻ സ്വാദിഷ്ട് ക്യോ ഹോ ജാത്താ ഹെ, അധ്വാനത്തിന്റെ സമ്പാദ്യം കൊണ്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ അധ്വാനത്തിന് ശേഷമുള്ള ഭക്ഷണം എന്തുകൊണ്ടാണ് സ്വാദിഷ്ടമായി മാറുന്നത്? ഉത്തരം, ശ്രമക്കേ കാരൻ ഭൂക്ക് ലഗത്തി ഹേ, നമ്മൾ അധ്വാനിച്ച് കഴിയുമ്പോൾ നല്ല വിശപ്പുണ്ടാകും. ഭൂക്ക് മിടാനെ കെ ലിയെ ജബ് ഖാനാ ഖാത്തെ ഹേ, അധ്വാനത്തിന് ശേഷമുള്ള വിശപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു. വഹ അധിക സ്വാദിഷ്ട ഹോത്താ ഹേ, അത് കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. ബേക്കാർ മേ ബൈഠ്കർ ഖാനെ വാലെ കോ ഇസി പ്രകാർ കി അനുഭൂതി നഹി ഹോത്തി, ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്നവർക്ക് അധ്വാനത്തിലൂടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ, അധ്വാനിച്ച് വിശന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. മരീസ് ഗൈർ ജരൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹെ ക്യോ, രോഗികൾ എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ഇഞ്ചക്ഷൻ, ഗൈർ ജരൂരി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര അത്യാവശ്യമല്ലാത്ത ഇഞ്ചക്ഷൻ രോഗികൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? ബീമാരി ഓർ ഇലാജ് കെ സംബന്ധമേ ബഹുത് ഗലത് ഫേമിയ, രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും തെറ്റിദ്ധാരണകളുണ്ട്. ഗലത് ഫേമി, തെറ്റിദ്ധാരണ. ആം ജനത ചാഹത്തി ഹെ കി ഇഞ്ചക്ഷൻ സെ ബീമാരി ജൽദി ദൂർ ഹോത്തി ഹെ, സാധാരണക്കാര് വിചാരിക്കുന്നത് ഇഞ്ചക്ഷൻ എടുത്താൽ രോഗം പെട്ടെന്ന് ഭേദമാകുമെന്നാണ്. യഹ് വിചാർ ചികിത്സാക്കെ സംബന്ധമേ ഉൻകി അജ്ഞതാക്കെ കാരൺ ഹെ, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് ചികിത്സയെക്കുറിച്ചുള്ള അവരുടെ അജ്ഞത കാരണമാണ്, അറിവില്ലായ്മ കാരണമാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലായോ നന്നായിട്ട്? ഒന്നാമത്തെ ചോദ്യം, അധ്വാനത്തിന്റെ കമായി സ്വാദിഷ്ടമാണെന്ന് പറയാനുള്ള കാരണം, അതെ, അധ്വാനിക്കുന്നതിലൂടെ നമുക്ക് വിശപ്പുണ്ടാകും. ആ വിശപ്പ് ഇല്ലാതാക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. ഈ സന്തോഷം ഒരിക്കലും ബേക്കാർമേം ബൈഠ്കർ ഖാനെ സെ നഹി മിൽത്തി, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അടുത്ത ചോദ്യം, മരീസ് എന്തുകൊണ്ടാണ് ഗൈർ ജരൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ? ക്യോങ്കി ചികിത്സാക്കെ സംബന്ധമേ ഉൻകി അജ്ഞതാക്കെ കാരൺ, ചികിത്സയെ കുറിച്ചുള്ള അവരുടെ അജ്ഞത, അറിവില്ലായ്മ കാരണമാണ് ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ രോഗം മാറൂ എന്നവര് ചിന്തിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ, ശ്രദ്ധിക്കൂ. യഹി ജംഗൽ കെ ബീച്ച് യേ സഭി മേരെ ക്ലിനിക് ഹേ, ഇവിടെ കാട്ടിന്റെ ഉള്ളില്, ജംഗൽ കെ ബീച്ച്, കാടിന്റെ മധ്യത്ത്, യേ സഭി, ഇതെല്ലാമാണ് എന്റെ ക്ലിനിക്. ഇസ്സെ ആപ്നെ ക്യാ സമझാ, രമണി അഡ്കുരി പറഞ്ഞ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന്, ഈ ഒരു വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക? ഉത്തരം നോക്കാം. യഹാ ഡോക്ടർ കാ മനോഭാവ് പ്രകട ഹോത്താ ഹേ, ഇവിടെ ഡോക്ടറിന്റെ മനോഭാവം, അവരുടെ ചിന്താഗതിയാണ് നമുക്ക് മനസ്സിലാക്കുക. യഹ് ഡോക്ടർ ചികിത്സാക്കോ വ്യാപാർ നഹി മാൻതി ഹേ, ഈ ഡോക്ടർ ചികിത്സയെ എന്തായിട്ട് കാണുന്നില്ല? വ്യാപാരമായിട്ട്, കച്ചവടമായിട്ട് കാണുന്നില്ല. വേ ഇസേ സേവാകാരി മാൻതി ഹേ, ഇതിനെ അവരൊരു സേവനമായി കാണുന്നു. ഇസ്ലിയെ ഷഹർ മേ ഉൻകി അപ്പനി ക്ലിനിക് നഹി ഹേ, അതുകൊണ്ട് നഗരത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക് ഇല്ല. ജംഗൽ കെ അൻപഡ് അശിക്ഷിത് ഗരീബ് ഹി ഉൻകെ മരീസ് ഹേ, കാട്ടിനുള്ളിലെ
അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അശിക്ഷിത് വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവരാണ് അവരുടെ രോഗികൾ. വേ ഉൻകെ ലിയേ കാം കർത്തി ഹെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ രമണി അഡ്കുരി പ്രവർത്തിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഈ കാടിന്റെ ചുറ്റുപാടുകളുമാണ് എൻ്റെ ക്ലിനിക്, അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. ഓക്കെ, മനസ്സിലാവുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഡോക്ടർ രമണി അഡ്കുരിക്ക് ചരിത്രഗത വിശേഷതായ ലിഖേം. നമ്മൾ നേരത്തെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുള്ളതാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നു പോയതാണ്, ക്ഷമിക്കുക. എന്തായാലും ഒന്നുകൂടെ വായിച്ചേക്കാം. രമണി അഡ്കുരി एक ईमानदार डॉक्टर है, वे डॉक्टरी को व्यापार नहीं मानती. उनके अनुसार डॉक्टर को समाज की सेवा करनी चाहिए. इस आदर्श को वे अपने जीवन में निभाती है. वह एक आदर्श डॉक्टर है. ഓക്കെ, അവരൊരു ഈമാൻദാർ ഡോക്ടറാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അവർ ഡോക്ടറി അല്ലെങ്കിൽ ചികിത്സയെ ഒരിക്കലും വ്യാപാരമായിട്ട് കാണുന്നില്ല. ഡോക്ടറിന്റെ ഉത്തരവാദിത്വം സമാജിക്ക് സേവാ കർണി ഹേ, സമൂഹത്തെ സേവിക്കുകയാണ് ഡോക്ടറിന്റെ ഉത്തരവാദിത്വം. ഈ ഒരു ആദർശത്തെ അവർ ജീവിതത്തിൽ നിറവേറ്റും. അതാണ് ഇവിടെ അജാൻകമാർ അഭയാരണ്യത്തിലെ ബാഗ്മനി ഗ്രാമത്തിലെ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ രമണി അഡ്കുരിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഗുണം. തീർച്ചയായിട്ടും അവരൊരു ആദർശ ഡോക്ടർ ഹേ, ആദർശവതിയായ സത്യസന്ധയായ രോഗികളോട് സഹാനുഭൂതിയുള്ള ഒരു ഡോക്ടറാണ് ആര്? ഡോക്ടർ രമണി അഡ്കുരി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. രാത്രി യഹി രുക്ന പടേക, രാത്രി ഇവിടെ നിൽക്കേണ്ടി വരും. ഉനോനെ ഏസാ ക്യോ സോച്ച, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്? രാത്രി എന്തുകൊണ്ടാണ് രമണി അഡ്കുരിക്കും അവരുടെ സംഘത്തിനും കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നത്? ബർസാത് ബഹുത്ത് ബഡ്ഗയെ, മഴ ഒരുപാട് കൂടി കഴിഞ്ഞു. അന്ധേരാ ഭി ഛാ ഗയേ ഥേ, ഇരുട്ടും വ്യാപിച്ചു കഴിഞ്ഞു. വേ അപ്പനെ ജീപ്പ് തക് തോ നഹീം പഹുഞ്ച് സക്തേ ഥേ, മണിയാറി നദിയുടെ തീരത്ത് നിർത്തിയിട്ട ജീപ്പിനടുത്തേക്ക് എത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇസ്ലിയെ ഉനോനെ സോച്ച രാത്രി ഹി രുക്ന പടേക, അതുകൊണ്ടാണ് രമണി അഡ്കുരി ചിന്തിച്ചത് രാത്രി ഇവിടെ കഴിയേണ്ടതായി വരും, രാത്രി ഇവിടെ തങ്ങേണ്ടി വരും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ചൂൽഹേക്ക് പാസ് ബൈഠ്കർ ഉനോനെ ക്യാ ക്യാ ഖായേ, അതെ, അടുപ്പിനടുത്തിരുന്ന് അവരെന്തൊക്കെയാണ് കഴിച്ചത്? ഉത്തരം चूल्हे के पास बैठकर वे गरम दाल चावल और साग का भोजन किए. അടുപ്പിനടുത്തിരുന്നവര് ചൂടുള്ള ദാൽ ചാവൽ, പരിപ്പും ചോറും അതേപോലെ സാഗ് പച്ചക്കറികളും ഭക്ഷിച്ചു. ഓക്കെ, ആ രണ്ട് ചോദ്യം ഉത്തരം എല്ലാവർക്കും മനസ്സിലായോ? ശരി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാർത്താലാപാണ്. വാർത്താലാബ് കിസ്കെ ബീച്ച്, ഡോക്ടർ ഓർ മരീസ് കെ ബീച്ച്. ഏത് ഡോക്ടറാണ്? അതെ, ഡോക്ടർ രമണി അഡ്കുരിയും അതേപോലെ ഒരു രോഗിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മരീസ്, നമസ്തേ ഡോക്ടർ സാഹബ്. ഡോക്ടർ സാർ നമസ്കാരം. അപ്പോൾ ഡോക്ടർ, നമസ്തേ ബതായി ആപ്കോ ക്യാ തക്ലീഫ് ഹേ. നമസ്തേ, പറയൂ താങ്കൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ആപ്കോ ക്യാ തക്ലീഫ് ഹേ, എന്താണ് ബുദ്ധിമുട്ട്? മരീസ്, ജി മുझे 2 दिन से बुखार है. സാർ, എനിക്ക് 2 ദിവസമായിട്ട് ബുഖാറാണ്, പനിയാണ്, ജലദോഷമാണ്. ആ മുझे एक इंजेक्शन दीजिए, താങ്കൾ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നാലും. ഡോക്ടർ, इसके लिए आपको इंजेक्शन की कोई जरूरत नहीं, गोलियां ही काफी है. ഈ ചെറിയ ജലദോഷത്തിന് നിങ്ങൾക്ക് ഇഞ്ചക്ഷന്റെ കോയി ജരൂരത് നഹി, ഒരാവശ്യവും ഇല്ല. ഗോലിയാ ഹി കാഫി ഹെ, ഇതിന് ഗുളികകൾ മാത്രം കഴിച്ചാൽ മതി. മരീസ്, ടീക്ക് ഹെ തോ ഗോലിയാൻ ദോ, ശരി എങ്കിൽ എനിക്ക് ഗുളികകൾ തരൂ. ഡോക്ടർ, ആപ് തോ ആജ് കാ ആഖിരി മരീസ് ഹെ നാ, താങ്കൾ ഇന്ന് വന്നതിൽ അവസാനത്തെ പേഷ്യന്റ് അല്ലേ, അവസാനത്തെ മരീസ്, രോഗിയല്ലേ? അപ്പൊ മരീസ് ഉത്തരം പറയുന്നു, നോക്കൂ. ഹാം, അതെ. ഡോക്ടർ ജി, ആജ് ആപ് കൈസേ ലൗട്ട് ജായെങ്കെ, ഭാരി ബാരിഷേന. ഡോക്ടർ സാർ, താങ്കൾ എങ്ങനെ ഇന്ന് തിരിച്ചു പോകും? വലിയ മഴ പെയ്യുകയല്ലേ, ഭാരി ബാരിഷേന, ശക്തമായ മഴയല്ലേ? ഡോക്ടർ, മേ ഭി യഹി സോച്ച് രഹി ഹൂ, ഞാനും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ലഗത്താഹേ രാത്കോ യഹി രുക്ന പടേക, ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. മരീസ്, തോ തബ് തോ ആപ് രാത് കോ ക്യാ ഖായെങ്കി, അപ്പോൾ താങ്കൾ രാത്രി എന്താണ് കഴിക്കുക? ക്യാ ഖായെങ്കി? ഡോക്ടർ, ചൂൽഹാ തോ ഹേ, അടുപ്പുണ്ടല്ലോ. കൈസേ ദാൽ ചാവൽ മിലേ തോ കുച്ച് ബനാക്കേ ഖായും, എവിടെന്നെങ്കിലും കുറച്ച് ചോറും എവിടെന്നെങ്കിലും കുറച്ച് അരിയും പരിപ്പും കിട്ടിയാൽ അത് വേവിച്ച് കഴിക്കാം. ബനാക്കേ ഖായെ, ഉണ്ടാക്കി കഴിക്കാം, അതായത് ചോറും പരിപ്പ് കറി ഉണ്ടാക്കി കഴിക്കാം. മരീസ്, ടീക്ക് ഹേ ആപ് ചിന്താ മത് കരോ, ചിന്താ മത് കീജിയെ, ശരി താങ്കൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ടെൻഷൻ ആകേണ്ട, താങ്കൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട.
ഹം ഇസ്കാ പ്രബന്ധ് കരേങ്കെ. ഈ അരിയും പരിപ്പും ഒക്കെ കിട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം. പ്രബന്ധ് കർണ ഏർപ്പാടാക്കുക. ഡോക്ടർ ബഹുത്ത് ധന്യവാദ്. വളരെ നന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ലളിതമായിട്ട് വാർത്താലാപം പഠിച്ചു, ഡോക്ടറും മരീസും തമ്മിലുള്ള. എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലായില്ലേ? പഠിക്കാനും വളരെ എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കൂ. വാക്യ പിരമിഡ് की पूर्ति करें. यही क्लिनिक है, यही जंगल के बीच ये सभी मेरे क्लिनिक है. ഇവിടെ മധ്യത്തായിട്ട് 2 ഡാഷ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് യഹീ ജംഗൽ കെ ബീച്ച് ഏ സഭി മേരെ ക്ലിനിക് ഹെ. ഈ വലിയ സെന്റൻസിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ വലിയ സെന്റൻസിനെ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെറിയ സെന്റൻസുകളാക്കി മുകളിലത്തെ ഡാഷുകളിൽ പൂരിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഡാഷിൽ നമുക്ക് എന്തെഴുതാം നോക്കൂ. യഹീ മേരെ ക്ലിനിക് ഹെ, യഹീ മേരെ ക്ലിനിക് ഹെ. ഇവിടെ ഇല്ലേ യഹീം മേരെ ക്ലിനിക് ഹെ നേരത്തെ ഇല്ല, നമ്മൾ യഹീം ക്ലിനിക് ഹെ എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ എഴുതിയത്. ഈ മേരെയും കൂടെ ചേർത്ത് നമ്മൾ എഴുതി യഹീം മേരെ ക്ലിനിക് ഹെ. ഇനിയിപ്പോൾ അടുത്ത സെന്റൻസ് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്താണ്? യഹീം ഏ സഭി മേരെ ക്ലിനിക് ഹെ, യഹീ ജംഗൽ കെ ബീച്ച് ഏ സഭി മേരെ ക്ലിനിക് ഹെ. ഇങ്ങനെ നമുക്ക് വാക്യ പിരമിഡ് എളുപ്പം പൂർത്തിയാക്കാനായിട്ട് കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാക്യ പിരമിഡുകൾ ചോദിക്കുക. ഓക്കെ, അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇതേപോലുള്ള കൂടുതൽ എക്സസൈസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്ത് പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അതെ വളരെ വേഗത്തിൽ വളരെ അനായാസം ഉത്തരം കണ്ടെത്താനും കഴിയും. അടുത്ത ചോദ്യം താലികാക്കി പൂർത്തീകരം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് നമ്മുടെ ചോദ്യം. ഘടന ചരിത്ര. ഘടന എന്ന് പറഞ്ഞാൽ രമണി അഡ്കുരി എഴുതിയ ഡയറിയിലുള്ള ചില സംഭവങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ ചരിത്ര, ക്യാരക്ടർ, അവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് താഴെ കുറച്ച് ചോയ്സും തന്നിട്ടുണ്ട്. സാധകി ലാളിത്യം, ഗരീബി ദാരിദ്ര്യം, സേവാഭാവന മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. മരീസോങ്കോ ബിനാ ഫീസ് ഇലാജ് കർത്തി ഹെ. രോഗികളെ ഫീസ് ഇല്ലാതെ ചികിത്സിക്കുന്നു. ഇവിടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് രമണി അഡ്കുരിയുടെ ഏത് ചരിത്രം, ഏത് ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും? സാധകിയാണോ, ഗരീബിയാണോ, സേവാഭാവനയാണോ? പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയൂ. അതെ, അത് തന്നെയാണ് സേവാഭാവന. രോഗികളെ ഫീസ് ഇല്ലാതെ പോലും ചികിത്സിക്കുന്നത് ഡോക്ടർ രമണി അഡ്കുരിയുടെ സേവാഭാവനയാണ് കാണിക്കുന്നത്. അടുത്തത് കച്ചി ഝോമ്പടി മേ മരീസോങ്കോ ദേഖ്തി ഔർ വഹി രാത് ബിതാത്തി ഹെ. ഒരു ചെറിയ കുടിലില് രോഗികളെ പരിശോധിക്കുന്നു, രാത്രി അവിടെ തന്നെ താമസിക്കുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? അതെ, ഇതവരുടെ സാധകി അല്ലെങ്കിൽ ലാളിത്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ താലിക നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മരീസോങ്കോ ബിനാ ഫീസേ ഇലാജ് കർത്തി ഹെ എന്നുള്ളത് അവരുടെ സേവാഭാവനയും, കച്ചി ഝോമ്പടി മേ മരീസോങ്കോ ദേഖത്തി ഓർ വഹി രാത് ബിതാത്തി ഹെ, ഒരു കുടിലില് താമസിച്ചുകൊണ്ട് രോഗികളെ പരിശോധിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ലാളിത്യം അല്ലെങ്കിൽ സാധകിയാണ് കാണിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? ഓക്കെ കൂട്ടുകാരെ, അടുത്ത ചോദ്യം ഇല്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതേപോലെ വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളുമാണ് ഇവിടെ പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഈ ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞാൻ എല്ലാ ദിവസവും പരിശോധിച്ച് നോക്കാറുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുതിയ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ? അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? അതെ, അപ്പോൾ ബൈ പറയുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആരും മറന്നുപോവല്ലേ. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ കൂടുതൽ നല്ല ക്ലാസ്സുകളുമായിട്ട് നല്ല വിഭവങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കൂടുതൽ പഠന വിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, നമസ്കാരം.